അപ്പോൾ നമ്മൾ ആവേശം ആഗോളം എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂർ സമയം 3 മണി, ഇങ്ങനെ ഓരോ മണിക്കൂറുകളും എണ്ണി കാത്തിരിക്കുകയാണ്. അഭിലാഷേ, എന്താ പറയേണ്ടതെന്നറിയില്ല. മത്സരം ഒന്ന് വന്നിരുന്നെങ്കിൽ അല്ലേ, മത്സരം ഒന്ന് കഴിഞ്ഞാൽ കപ്പൊന്ന് ഉയർത്തിയിരുന്നെങ്കിൽ എന്നാണ് ഒരു വലിയ വിഭാഗം ആഘോഷിത പ്രേക്ഷകർ കാണും. മെസ്സിയെ നെഞ്ചിലേറ്റ് നടക്കുകയാണ് അഭിലാഷ്. തീർച്ചയായിട്ടും ഇപ്പോൾ ലോക ഫുട്ബോളിനെ സംബന്ധിച്ച് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇവന്റാണ്, ഏറ്റവും വലിയ ഒരു കായിക ഇവന്റാണ് ലോകകപ്പ് ഫുട്ബോൾ. അതിന്റെ ഫൈനൽ മത്സരം നടക്കാൻ പോവാണ്. ഇപ്പൊ നോക്കൂ, നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കണമെങ്കിൽ എത്രമാത്രം ആവേശത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ, ലോകത്തെ ജനങ്ങൾ, നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഇത് നമ്മൾ ആവേശം ആഗോളം എന്ന് പേരിട്ട് ഇരിക്കുന്നത് പോലെ ഓരോ മിനിറ്റും എണ്ണി കടന്നു പോവുകയാണ്. ആരാണ് സോക്കർ ലോക ചാമ്പ്യന്മാരാകുക എന്നറിയാനുള്ള കാത്തിരിപ്പിന്. ഏതായാലും കുട്ടികൾക്കൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും എല്ലാവരും. അതുകൊണ്ട് ഈ അവധി പ്രഖ്യാപനത്തോടെ സ്വസ്ഥമായി കാണാം. നാളെ രാവിലെ എനിക്ക് സ്കൂളിൽ പോകണമല്ലോ എന്നുള്ള ടെൻഷനോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ ഒക്കെ പങ്കുവയ്ക്കാം. പ്രത്യേകിച്ച് ഇന്നലെ 5 മണിക്ക് ഒരുപാട് കുട്ടികൾ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഇന്ന് കുറച്ചുകൂടി സന്തോഷത്തോടെ വിളിക്കാം. കാരണം കളി മുഴുവൻ കാണാനുള്ള അവസരം നിങ്ങൾക്ക് വരികയാണ്. അഭിലാഷ്, അർജന്റീനയും സ്പെയിനും എത്തി. ഇതിൽ 2 അർജന്റീനയ്ക്ക് വളരെ കോൺക്രീറ്റ് ആയ ഒരു ഫാൻ ബേസ് ഇവിടെ ഉണ്ട്. സ്പെയിനെ സംബന്ധിച്ച് നേരത്തെയും കൃത്യമായ ഫാൻ ബേസ് ഉണ്ട്, അവർക്ക് ഇല്ലയെന്ന് പറയില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആളുകൾ കൂടി സ്പെയിനൊപ്പം ചേർന്നിട്ടുണ്ട്. അത് പലവിധ ഘട്ടങ്ങളിൽ. ഇപ്പോൾ വളരെ അഭിലാഷ് കണ്ടു കാണാം, വളരെ രസകരമായൊരു ട്രോള്. കിരീടം സിനിമയും ചേർത്ത് ഇറങ്ങി. മോഹൻലാൽ നടന്നു പോകുന്നു സ്പെയിനാണ്, എൻ്റെ കൂടെ ആരും വരണ്ട എന്ന് പറഞ്ഞു വിടുകയാണ്. അവിടെ കൊച്ചിനിപ്പി മറ്റുള്ളവരുമൊക്കെ പല രാജ്യങ്ങളായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഭാഗത്തും ശക്തരായ ആരാധകവൃന്ദമായി ഇപ്പോൾ. അല്ല, ഈ 2 ഭാഗത്തും ശക്തമായ ആരാധകവൃന്ദം ഉണ്ടോ എന്ന് പറയുമ്പോൾ ഒന്ന് സ്പെയിനാണ്. നമുക്ക് സത്യത്തിൽ അർജന്റീന ആരാധകരുടെ ഒരു 2ാം ടീം എന്ന് പറയുന്നത് സ്പെയിനാണ്. അർജന്റീന എല്ലാ ഫൈനലെങ്കിലും നമ്മൾ സ്പെയിനെ യൂറോ കപ്പാണ്. കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഞാൻ സ്പെയിനെ പിന്തുണച്ച ആളാണ്. മാത്രമല്ല നമുക്കറിയാം ആ കായിക പാരമ്പര്യം ആ നിലയ്ക്ക്. ഇപ്പൊ ബാഴ്സയുടെ കളിക്കാരാണ് സ്പെയിനിൽ കൂടുതൽ കളി, 8 പേര് ബാഴ്സ. എന്ന് മാത്രമല്ല ലാമാസിയ അക്കാഡമിയുടെ കളിക്കാരാണ് അവിടെ സ്പെയിനിന്റെ ടീമിൽ ഭൂരിപക്ഷം. ലാമാസിയുടെ ഐക്കൺ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ലാമാസിയ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ കളിക്കാരനാണ് ലയണൽ മെസ്സിയാണ്. അപ്പോൾ അങ്ങനെ പല കോച്ചുമാർ തമ്മിലുള്ള ബന്ധം, അതെ, ഈ ശൈലികൾ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാരസ്പര്യം ആ കാര്യത്തിലുണ്ട്. പക്ഷെ ഇപ്പോ സ്പെയിനിന് വലിയ പിന്തുണ കിട്ടുന്നതിന് കാരണം ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ജർമ്മനിയുടെയും എല്ലാ അർജന്റീന വിരുദ്ധരും ഒരു സാമ്പാർ അവിയൽ എന്നൊക്കെയാണ് അതിനെ കളിയാക്കുക. സ്വാഭാവികമാണ്. ഇപ്പൊ ബ്രസീലാണ് ഫൈനലിൽ എത്തിയതെങ്കിൽ അർജന്റീന ഏതാണോ ബ്രസീലിനെ കളിക്കുന്ന ടീം ആ ടീമിനെ സപ്പോർട്ട് ചെയ്യും, സ്വാഭാവികമായിട്ടില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കുറ്റമായിട്ട് പറയല്ല. അതെ അതെ. അപ്പൊ സ്പെയിൻ സ്വാഭാവികമായിട്ടും യൂറോ ചാമ്പ്യന്മാരാണ്. ഫൈനൽ സീമ ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോവാണ്. യൂറോ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടാണ്. യൂറോപ്പും ലാറ്റിൻ അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്പെയിൻ അതിമനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. 2010 സ്പെയിൻ നമുക്കറിയാം, ഇനിയസ്റ്റയുടെ ഒരു ഒറ്റ ഗോൾ കിരീടം നേടിയത് ലാ റോഹ. ഒരിക്കൽ കൂടി കാത്തിരിക്കാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു അർജന്റീന ഫാനാണ്. അർജന്റീന ഫാൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 4 ലോകകപ്പുകളിൽ 3 ഫൈനൽ കളിക്കുക. കഴിഞ്ഞ തവണ കിരീടം നേടിക്കഴിഞ്ഞു. ഇത്തവണ അതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആണ്. അതെ, ആ ഫൈനൽ. ഇപ്പോ കഴിഞ്ഞ തവണ പീറ്റർ ഡ്യൂറി പറഞ്ഞില്ലേ, ലയണൽ മെസ്സി ഹാസ് കോൺകർഡ് ഹിസ് ഫൈനൽ പീക്ക്. അപ്പോൾ ആ ഫൈനൽ പീക്ക് കോൺകർ ചെയ്ത് കഴിഞ്ഞ മെസ്സിയെ സംബന്ധിച്ച് ഇത് സത്യത്തിൽ ഇനി ഒന്നും തെളിയിക്കാറുന്നില്ല. അതുകൊണ്ട് റിലാക്സ്ഡ് ആണ്. ശരി, അപ്പോൾ നമുക്ക് പല ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളൊക്കെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുമായി തേടുന്നുണ്ട്. ഒപ്പം നമുക്ക് ഈ സർക്കാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അവധി കൊടുത്ത ഒരു സ്കൂളിലേക്ക് കൂടി ഒന്ന് പോകാം. സർക്കാർ തീരുമാനം വരുന്നതിന് മുൻപ് ഇപ്പോൾ കോഴിക്കോട് ഭവൻസ്, കൊച്ചി ഗ്രിഗോറിയൻസ്, അങ്ങനെ പല സ്കൂളുകളുമുണ്ട്. ഇതേ സ്കൂളിലാണ് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ച് കുട്ടികളുടെ മനസ്സ് കീഴടക്കിയെന്ന് കാണാം. ലോക ഫൈനലാണ്. വിദ്യാർത്ഥികളൊക്കെ ഉറക്കം ഒഴിച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ വിദ്യാർത്ഥികൾക്കൊന്ന് അവധി കൊടുക്കണം, ക്ലാസ് മറ്റേതെങ്കിലും ദിവസം എടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനും ഒക്കെ നൽകിയ ഒരാളുണ്ട്. മലപ്പുറത്ത് MT മുർഷിദ് എന്ന് പറയുന്ന പൊതുപ്രവർത്തനം ഫുട്ബോൾ ആരാധകനും ഒക്കെയാണ്. എന്താണ് ഇപ്പം തോന്നുന്നത്? വളരെയധികം സന്തോഷമാണ്. നമ്മൾ ഈ ഒരു വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും നമ്മളൊരു നിവേദനം അയക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു സർക്കാർ കൃത്യമായ രീതിയിൽ നിലപാടെടുക്കും, വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള നിലപാട് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. സർക്കാർ ഒരു പൂക്കി സർക്കാരാണ് പ്രാവശ്യത്തെ സർക്കാർ എന്ന് പറഞ്ഞാല്. എന്തായാലും ക്ലാസ് മുടങ്ങാൻ പാടില്ല. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. പഠനവും അതുപോലെ തന്നെ കായികവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളൊക്കെ ആഗ്രഹമുള്ളത്. അപ്പൊ ഇതിന്റെ പകരം എന്താണ് സർക്കാർ അടുത്ത ആഴ്ചയിൽ എന്ത് ചെയ്യുക, ഒരു പൊതു ശനിയാഴ്ച ഒരു പ്രവൃത്തി ദിവസമാക്കി എടുക്കണം എന്ന് നമുക്ക് പറയാനുള്ളത്. എന്താണ് ക്ലാസ് ഒക്കെ ലീവാണ്, നാളെ കളി കാണണ്ടോ? കളി എന്തായാലും കാണാനാ ലീവ് വന്നു കേട്ടോ, വെറുതെ ഉറങ്ങണ്ട. കളി മൊത്തം കാണും. ആരാ കപ്പടിക്കാം? സ്പെയിനോ? ഫുള്ള് സ്പെയിന്റെ ആൾക്കാരാ? ഒരു കൂട്ടം മൊത്തം സ്പെയിൻ. ബാർസന്റെ ജേഴ്സിട്ടാ സ്പെയിൻ തന്നെയല്ലേ? അർജന്റീന ആരുല്ലേ? അർജന്റീന ഒരിക്കലും പൈസ സ്പെയിൻ അങ്ങനെ പറയാൻ പാടില്ല. സ്പെയിനിന്റെ സ്വന്തം ആൾക്കാർ അർജന്റീന 2 ഫ്രണ്ട്സ് ആണ്.
എന്നാ ഇനിയിപ്പോ അടുത്ത ആഴ്ച ശനിയാഴ്ച ക്ലാസ് വെച്ചാ പോവോ സ്കൂളിൽ? എന്തായാലും പോണേ. ക്ലാസ് എന്തൊക്കെയാ നാളെ ഷോർട്ട് വന്ന് ചോദിച്ചിട്ട് ഫുള്ള് പഠിച്ചെടുക്കൂലേ? ഫുള്ള് പഠിച്ചു. എന്തായാലും ഇപ്പൊ എന്തായാലും സന്തോഷായി. സന്തോഷമായി. എന്തായാലും ഹാപ്പി ആയിട്ട് കളി കണ്ടോളി. ഹാപ്പി ആയിട്ട് കളിയാ. ഈ വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെടായിരുന്നു, ഇവർക്ക് നമ്മളെ വീട്ടിലേക്ക് നിരന്തരമായിട്ട് വരിക, അവർക്ക് അവധി വേണം, ഞങ്ങൾക്ക് ആ കളി കാണാം. രാത്രി ഏകദേശം 2 മണി മുതൽ ഏകദേശം 3:30 മണി വരെയൊക്കെയാണ് ഈ കളി നടക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 4 വർഷത്തിൽ കൂടുമ്പോഴാണ് ഒരു കളി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ സന്തോഷത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിരന്തരമായിട്ട് ഫോളോ നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഉറക്കമൊക്കെ കൃത്യമായിട്ട് ഉറങ്ങണം കളി കഴിഞ്ഞിട്ടോ. ഫുള്ള് റെസ്റ്റ് ഒക്കെ എടുക്കൂല നാളെ. അപ്പൊ ചൊവ്വാഴ്ച അടിപൊളിയായിട്ട് പോകും. അത്രേ ഉള്ളൂ. എന്നാലും വളരെ ഹാപ്പിയാണ്. ക്ലാസ് നഷ്ടപ്പെടുത്തില്ല, ബാക്കി എന്നാലും പഠിച്ചെടുക്കുമെന്നോ മറ്റൊരു ദിവസമാണെങ്കിലും തയ്യാറാണെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്നത്. അനീസ് തോട്ടയ്ക്കാണപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അങ്ങനെ അഭിലാഷ്, സ്കൂളുകൾക്ക് ഒന്ന് ഒരു മൈലേജ് കിട്ടുമെന്ന് വിചാരിച്ച് നേരത്തെ അവധി പ്രഖ്യാപിച്ചു. പക്ഷെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഒരുപോലെ. അതെ, ഇപ്പൊ എല്ലാ സ്കൂളുകൾക്കും ഒരുപോലെയായി. അതെ, പൂക്കിയാവാനുള്ള അവസരം സ്കൂളുകൾക്ക് നഷ്ടപ്പെട്ടു. അത് മുഖ്യമന്ത്രി വീണ്ടും ഏറ്റെടുത്തു. അതിന് മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ നേരത്തെ നാളെ പറഞ്ഞിരുന്നു. സ്കൂളുകൾക്ക് അവധി കൊടുക്കണം എന്ന് പറയുകയും ചെയ്തത്. എന്തായാലും ഇതൊരു വലിയ ആഘോഷമാണ്. ഇവിടെ നേരത്തെ അരുൺ അമൃതനാഥ് പറഞ്ഞതുപോലെ ശനിയാഴ്ച ഒരു ദിവസം അഡീഷണൽ ആയിട്ട് ക്ലാസ് വെച്ചാൽ ഈ ആഘോഷം മിസ് ചെയ്യേണ്ടതല്ല. ഇത് ഭൂഗോളത്തിലെ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഇവന്റ് ആണ്. അപ്പൊ അത് പരമാവധി നമ്മൾ ആസ്വദിക്കുക, ആഘോഷിക്കുക. അത് ആ നിമിഷം കണ്ടാലേ അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും.